2018 മഹാപ്രളയം കേരളത്തിൽ നിന്ന് മഹാഭൂരിഭാഗം എം പിമാരവിടെ പാർലമെന്റിൽ നമ്മുടെ ആവശ്യം ആരെങ്കിലും അക്ഷരം സംസാരിച്ചോ? കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചോ? അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിക്കാൻ തയ്യാറായെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിനെതിരെ മാത്രമാണ്. എല്ലാ ഘട്ടത്തിലും ഇതാണ് നിലപാട്. എന്താണ് BJPക്കെതിരെ പറയാനൊരു പ്രയാസം? എന്തുകൊണ്ടാണ് BJPക്കെതിരെ പറഞ്ഞുകൂടാത്തത്? BJPക്ക് കേരളത്തോട് വിരോധം വരാൻ കാരണമുണ്ട്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSSനെയും BJPയെയും കേരളവും ജനങ്ങളും അംഗീകരിക്കുന്നില്ല. കാരണം കേരളം മതനിരപേക്ഷതയുടെ വളനിലമാണ്. അതുകൊണ്ട് തന്നെ കേരളം തിരസ്കരിക്കുന്നു. ആ വിരോധം, ആ പക, ആ വിദ്വേഷം കേരളത്തോടും ജനങ്ങളോടും കാണിക്കുകയാണ്. 2018 പ്രളയം എന്ന് പറയുന്നത് 2016 ശേഷം 2 വർഷമല്ലേ ആകുന്നുള്ളൂ. ആ 2 വർഷം മുൻപ് കേരളത്തിന്റെ ഭരണ നേതൃത്വം വഹിച്ചവരല്ലേ UDF. ഈ നാടിനെ തകർത്തെറിയുന്ന ഒരു ഘട്ടം വരുമ്പോൾ പ്രകൃതി ദുരന്തമാണ്. നാടിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? അവർക്ക് BJPയുടെ വികാരമാണോ വേണ്ടത്? നാടിനോട് ശത്രുതയാണോ വേണ്ടത്? പകയോടെയുള്ള സമീപനം സ്വീകരിക്കാമോ? ഇപ്പൊ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ അവർ തയ്യാറാകണ്ടേ? തയ്യാറായോ? എന്തേ തയ്യാറാകാതിരുന്നത്? എന്താണ് BJPയുടെ മനസ്സ് മുഷിഞ്ഞുകൂടാ എന്ന് അവർക്ക് നിർബന്ധം? എല്ലാ ഘട്ടത്തിലും ആ സമീപനമാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോ കേരളം എങ്ങനെ രക്ഷപ്പെടുമെന്നല്ലേ ചിന്തിച്ചത്? കാണട്ടെ എന്നല്ലേ അവർ വിചാരിച്ചത്? ലോകത്തെയും രാജ്യത്തെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് നാം അതിജീവനം നടത്തിയത്. എങ്ങനെ ഇത്തരം ഒരു അതിജീവനം നടന്നു എന്നാണ് എല്ലാവരും ചിന്തിച്ചത്. അതിൻ്റെ രഹസ്യം എന്താണ്? നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും, അതാണ് ആ അതിജീവനത്തിൻ്റെ രഹസ്യം. ഏത് പ്രതിസന്ധിയെയും കേരളം അതിജീവിക്കും. അത് ജനങ്ങൾ കാണിക്കുന്ന ഒരുമയുടെയും നാടിൻ്റെ ഐക്യത്തിൻ്റെയും ഭാഗമായാണ്. അത് തന്നെയാണ് നമ്മുടെ കരുത്ത്. ഇപ്പോ എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ ഏകസ്വരത്തിൽ പറയുന്ന ഉത്തരങ്ങളുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ നവംബർ 1 നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി. ലോകം ആശ്ചര്യപ്പെട്ടു നോക്കുകയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യം. ആ രാജ്യത്ത് എങ്ങനെ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി? അവിടെയാണ് LDFന്റെ പ്രസക്തി. LDF എന്നത് കേവലം 3 അക്ഷരങ്ങൾ മാത്രമല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളോടും ഒപ്പം നിൽക്കുന്ന നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ളൊരു മുന്നണിയാണ്. നടപ്പാക്കുന്നത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമല്ല. അതാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും നയം. ഇവിടെ ബദൽ നയമാണ്. ആ ബദൽ നയത്തിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമാണ് മുൻഗണന. മറ്റതിൽ സമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കുമാണ് മുൻഗണന. ആ പാവപ്പെട്ടവർക്കുള്ള മുൻഗണനയുടെ ഭാഗമായിട്ടാണ് നാട് അതിദാരിദ്ര്യമുക്തമായത്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആലോചിക്കാൻ കഴിഞ്ഞോ? നേരത്തെ ആലോചിച്ചില്ല. പോട്ടെ, കേരളം ഇങ്ങനെ ചെയ്തു.
എന്ന് കേട്ടതിന് ശേഷമെങ്കിലും ആലോചിച്ചോ? കഴിയില്ല. കാരണം അവരുടെ അജണ്ടയിൽ പാവങ്ങളില്ല. ഇതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ നാടിന് LDF വേണം എന്നതാണ് പൊതുവായ വികാരം. അത് കേവലമായ വികാരമല്ല. ഈ നാടിൻ്റെ ഭാഗമായി നടന്ന കാര്യങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് ജനങ്ങൾ. അതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന നിഗമനമാണ്. ആ പ്രതിനിധിയായാണ് ഇവിടെ രണ്ടാമതും ഇത്തവണയും ജനീഷ് കുമാർ ജനവിധി തേടുന്നത്. LDFിൻ്റെ പ്രതിനിധി. LDFിനെ ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ജനങ്ങൾ നല്ല രീതിയിൽ പിന്താങ്ങുന്ന പ്രവർത്തനമാണ് ജനപ്രതിനിധി എന്ന നിലക്ക് ജനീഷ് കുമാർ കാഴ്ചവെച്ചിട്ടത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലനായ LDFിൻ്റെ സ്ഥാനാർത്ഥി ജനീഷ് കുമാറിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.